ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലക്ഷ്മി ദേവി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് എംബ്രോയ്ഡറി വർക്ക് പഠിക്കാം. നമുക്കതിന് വേണ്ടത് ഇതേപോലൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഒരു വെള്ള തുണി എടുക്കണം ആദ്യം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കണം. ഈ കൊച്ച് റൗണ്ട് അടിയിൽ വയ്ക്കുക. കണ്ടോ, അടിയിൽ വച്ചിട്ട് ഈ റൗണ്ട് ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഉണ്ടാവും. അതിന് ഫ്രണ്ടിൽ വെക്കണം. ചെറുത് അടിയിലും വലിയ റൗണ്ട് ഫ്രണ്ടിലും ഇതാ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ തിരിക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് ഉണ്ടോ, എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന റൗണ്ട് എന്ന് കടയിൽ ചോദിച്ചാൽ ഇത് കിട്ടും. തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചോദിച്ചാൽ ഈ റൗണ്ട് കിട്ടും. ഈ ഫ്രെയിം ഓൺലൈനിലും വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഈ നൂല് ഓരോന്നായിട്ടും എടുക്കാൻ പറ്റും. ഇത് ഓരോന്നായി ഊരിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒന്നും ഊരിയെടുത്തിട്ടില്ല. കണ്ടോ, ഇതിങ്ങനെ ഓരോന്നായി ഊരിയെടുത്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഊരിയെടുക്കാതെ ഒരു നൂലിനെ തന്നെ ഞാൻ സൂചിയിൽ കോർത്തെടുക്കുന്നതാണ്. ഇതാ കണ്ടോ, അടിയിൽ കെട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്, റണ്ണിങ് സ്റ്റിച്ച് എന്നെഴുതി വരച്ചിട്ടുണ്ട്. ആ വരയിൽ സൂചി ഇതിൻ്റെ അടിയിലൂടെ കയറ്റി എടുക്കുക. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ഇറക്കുക. ഈ വരയിൽ കൂടി തന്നെ ചെയ്യണം. എല്ലാ സ്റ്റിച്ചിനും ഒരേ ഗ്യാപ്പ് തന്നെ ആയിരിക്കും, ഒന്നുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് അടുത്ത സൂചി കോർക്കാം. കണ്ടോ, ഈ വരയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് സ്പേസ് വിട്ട് ചെയ്യുന്നതിനെയാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഉണ്ടോ, ഇത് കണ്ടോ ചെയ്തത്. ഇനി നമുക്കിതിനെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് കെട്ടിടാം. നമ്മൾ കെട്ടിടുമ്പോൾ ഈ കെട്ട് പുറത്ത് കാണാതെ കെട്ടിടാം. അങ്ങനെ ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇത് വലിച്ചെടുക്കുക. ഇങ്ങനെ രണ്ട് കെട്ടിട്ട് വയ്ക്കുക. കണ്ടോ, പുറത്ത് വെളിയിൽ കാണരുത് നമ്മൾ കെട്ടിടുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ചാണ്. അടുത്ത ദിവസം നമുക്ക് ബാക്ക് സ്റ്റിച്ച് പഠിക്കാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.